ഒരു മോട്ടിവേഷൻ സോങ് ആയിട്ടുള്ള അൺസ്റ്റോപ്പബിൾ കണ്ടു തുടങ്ങി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ ഇങ്ങനൊരു ഒരു സ്റ്റഡി വിത്ത് അസ് ആ ഒരു സംഭവമില്ലേ, അതെനിക്ക് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് തോന്നി. കാരണം ഞാൻ ഈ ഒരു ഫസ്റ്റ് ടൈമാണ് ഞാനിത് നോക്കുന്നത്. യൂട്യൂബിൽ ലൈവ് ഉണ്ടായിട്ട് സ്റ്റഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു അത്. അപ്പം ഞാൻ കുറേ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അതിൽ മിക്ക സംഭവങ്ങളും എഴുതാനുള്ളതാണ്. നോട്ട്സാണ്. വർക്ക്ഷീറ്റ്, നോട്ട്സ്, ഞാൻ വരാത്ത ദിവസത്തത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എഴുതി തീർക്കുന്നത്. പിന്നെ പഠിക്കാനുള്ളത് 2 ചാപ്റ്ററായിരുന്നു. ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചു. ലാസ്റ്റ് ഞാൻ ഫുള്ള് ബ്ലാങ്കോ ടൈപ്പ്. അപ്പോൾ ഞാൻ പഠിച്ചില്ല, അതെൻ്റെ തെറ്റ്. ആദ്യം തന്നെ പഠിക്കണമായിരുന്നു, എന്നിട്ട് എഴുതാമായിരുന്നു. എഴുതാൻ പിന്നെ ബ്ലാങ്കോട്ട് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം നോക്കിയിട്ടാണല്ലോ എഴുതുന്നത്. അപ്പം എൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. കാരണം എനിക്ക് ഓണം പരീക്ഷയ്ക്ക് അത്യാവശ്യം മാർക്ക് കുറവാണ്. ക്ലാസ്സിൽ 60 കുട്ടിയുണ്ട്. ഞാൻ +1 CS സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിൽ 60 കുട്ടികളിൽ 15ാമത്തെ റാങ്കാണ്. ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ മാർക്ക് കണ്ടിട്ട്. കാരണം ഞാൻ കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. കാരണം ഞാൻ തീരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തീരെ പഠിക്കാണ്ടും ഇത്ര മാർക്ക് മേടിച്ചെങ്കിൽ, കുറച്ച് ശ്രമിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ ഉമ്മനോടൊക്കെ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി. ക്ലാസ്സിൽ നല്ല മാർക്ക് എനിക്കുണ്ടുമ്മ, 60ൽ 15 നല്ല റാങ്കാണെന്നൊക്കെ പറഞ്ഞ് ട്യൂഷൻ്റെ വിഷയം പിടിച്ചിട്ടോ. ട്യൂഷനിൽ മിസ്സിനെ അറിയാമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറേ ചീത്തയിട്ടോ. പിന്നെ അമ്മയും പറഞ്ഞു ഓക്കെ ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഓണപരീക്ഷയ്ക്ക് മുമ്പ് 1 മണിക്കൂർ പഠിച്ചാൽ തന്നെ ബെറ്ററായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ 1 മണിക്കൂറൊന്നും തികയുന്നില്ല. എന്തോ കുറേ പഠിക്കാനുള്ള പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ ലാസ്റ്റിലേക്ക് പഠിക്കാനുള്ളത് വായിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു. സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പഠിക്കാൻ വെച്ചത്. പക്ഷേ സാർ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പോയി. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ എന്തായാലും പെട്ടെന്നെ. ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു പഠിക്കാനുള്ളത്. അത് പിന്നെ രാത്രിത്തെ നേരമായതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. സ്വാഭാവികം, അതൊക്കെ അങ്ങനെ. അപ്പോൾ എനിക്കിങ്ങനെ പഠിക്കാനുള്ളത് ഞാൻ ഒരു റൊട്ടീനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്ളോഗ് തുടങ്ങിയത്. അപ്പോൾ യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ് ആൻഡ് ലൈക്ക്, ഷെയർ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് സ്കൂൾ ബാഗ് പാക്ക് ചെയ്ത് ഞാൻ പോയി. ബൈ.